നമസ്കാരം. തൃശൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപ തട്ടിപ്പ് നടത്തി മുങ്ങിയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ ധന്യ മോഹനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവതി 8 അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയിരിക്കുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവരുടെ 4 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. യുവതിക്ക് MG ഹെക്ടർ, സ്വിഫ്റ്റ് ഡിസയർ, XUV 500 എന്നീ കാറുകളും ഓട്ടോറിക്ഷയും ആഡംബര ബൈക്കും സ്വന്തമായുണ്ട്. വിദേശത്തായിരുന്നു ഇയാളുടെ ഭർത്താവ് എന്നതാണ് വിവരം. ഇയാളുടെ NRI അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ടോ എന്നതും അന്വേഷണ സംഘത്തിന് പ്രധാന സംശയമുള്ളൊരു സാഹചര്യമാണ്. കാർ പാർക്കിങ്ങിന് മാത്രം പ്രത്യേകമായി ഭൂമി അടക്കം വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഇവരെന്നാണ് വിവരം. അച്ഛൻ മോഹന് നേരത്തെ പാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന ജോലിയായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് വലപ്പാട്ട് വീട് വാങ്ങിയതെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാർ, മോട്ടോർ സൈക്കിൾ, ലാപ്ടോപ്പ്, ATM കാർഡുകൾ, കമ്പ്യൂട്ടർ എന്നിവയെല്ലാം പിടിച്ചെടുത്തു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വ്യക്തമാക്കൽ. യുവതിയുടെ ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 18 വർഷമായി സ്ഥാപനത്തിലെ IT വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന കൊല്ലം തിരുമുല്ലാവരം നെല്ലിമുക്ക് നന്മ വിഹാറിൽ ധന്യ മോഹനാണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 2020 മെയ് മുതലാണ് യുവതി തട്ടിപ്പ് തുടങ്ങിയതെന്നതാണ് വിവരം. ഓഫീസിൽ പരിശോധന നടത്തുന്നതിനിടെ പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച രക്ഷപ്പെടുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഭർത്താവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് മുങ്ങിയത്. ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം തൃശൂർ വല്ലപ്പാട് പോലീസ് ധന്യയെ കസ്റ്റഡിയിൽ വാങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിഭാഷകനൊപ്പം കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്റ്റേഷനിലെത്തിയ ധന്യ തട്ടിപ്പു കേസിലെ പ്രതിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. 15 മിനിറ്റിനുള്ളിൽ വലപ്പാട് പോലീസ് അവിടെ എത്തി. തൃശൂരിൽ നിന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെ 2 ദിവസമായി കൊല്ലം സിറ്റി പോലീസ് ധന്യയുടെ ബന്ധുവീടുകളിലടക്കം തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബാങ്ക് മുഴുവൻ പണമാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നും പറയുകയുണ്ടായി. കൂടാതെ 5 സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിയിട്ടുണ്ട് എന്ന പരിഹാസവും ധന്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം. ബുധനാഴ്ച വൈകിട്ടോടെയാണ് കൊല്ലം മുളങ്കാടകം നെല്ലിമുക്കിലെ വീട് പൂട്ടി ധന്യ മുങ്ങുന്നത്. രാത്രി 7:30 പോലീസിൽ എത്തുകയും ഗേറ്റ് പുറത്ത് നിന്ന് അവിടെ പൂട്ടുകയും ചെയ്തതായി കണ്ടെത്തി. എന്തായാലും ധന്യ തിരികെ കുറ്റം സമ്മതിച്ചുകൊണ്ട് പോലീസിൽ കീഴടങ്ങിയിരിക്കുകയാണ്. പക്ഷെ താൻ ചെയ്ത ഈ 20 കോടിയുടെ തട്ടിപ്പ് അത് വളരെ നിസ്സാരമായ കാര്യം എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പ്രതികരിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, ധന്യയെ കുടുക്കിയതാണോ, അതോ ധന്യ സ്വയം പ്രവർത്തനങ്ങൾ നടത്തിയതാണോ, അല്ലെങ്കിൽ ഇതിനെ സഹായിച്ചതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. എന്തായാലും അന്വേഷണം വളരെ നല്ല രീതിയിൽ തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്.